തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതല്ല തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പുള്ളിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ വേണം. പാർട്ടിന്ന് പുറത്താക്കി നല്ല കാര്യമല്ല, തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണമല്ലോ. അവൻ തെറ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ തന്നെ അവൻ ഒളിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ. പാർട്ടിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. പിന്നെ അവൻ ചെയ്ത തെറ്റ് ഇവിടെ CPM-ൻ്റെ എത്ര നേതാക്കന്മാർ കേസിൽ പ്രതിയായിട്ടുണ്ട്. അവർക്കൊന്നും ഇതുവരെയൊന്നും ഒരു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇപ്പം മുകേഷിൻ്റെ എതിരുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അവരൊന്നും MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. ഇവനോട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ആ തീരുമാനം തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇതിലും വലിയ പീഡനങ്ങളും ഇതിലും വലിയ പെൺപാണികളും നടത്തിയവർ ഇവിടെ പുറം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള പൊതുജന അഭിപ്രായം എന്തെന്ന് ചോദിച്ചറിയാം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലോ, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? പാർട്ടിന്ന് പുറത്താക്കി നല്ല കാര്യമല്ല, തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണമല്ലോ. ഒരു ജനപ്രതിനിധി അത് ചെയ്യുമ്പോൾ അത് ഏറ്റവും വലിയ കുറ്റമാണത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് നല്ലൊരു കാര്യമാണ് പാർട്ടി ചെയ്തത്. അത് ആരായാലും അങ്ങനെ തന്നെ ചെയ്യണം. അതൊരു മാതൃകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങളുമായിട്ട് വരുന്നതെന്നാണല്ലോ പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ചേട്ടന് പറയാനുള്ളത്? അങ്ങനെ ഇതില്ല. കാരണം തെരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇതിപ്പോൾ അത് ചെയ്തതാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തെറ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ തന്നെ അവൻ ഒളിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പാർട്ടി നേരത്തെ അവനെ സസ്പെൻഡ് ചെയ്താണ്. ഇപ്പം പൂർണ്ണമായിട്ടും അവനെ പുറത്താക്കി. പാർട്ടിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. പിന്നെ അവൻ ചെയ്ത തെറ്റ് ഇവിടെ CPM-ൻ്റെ എത്ര നേതാക്കന്മാർ കേസിൽ പ്രതിയായിട്ടുണ്ട്. അവർക്കൊന്നും ഇതുവരെയൊന്നും ഒരു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇത് ഇലക്ഷൻ വരാൻ നേരത്ത് കരുതി കൂട്ടി കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി തുനഞ്ഞിറങ്ങിയേക്കണം. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. തെറ്റ് ചെയ്തെങ്കിൽ അവനെതിരെ നടപടിയുണ്ട്. ഈ പറയുന്ന ഹൈക്കോടതി ജാമ്യം കൊടുത്തില്ല, അവനെ ഉടനെ പോലീസ് അറസ്റ്റ് ചെയ്യും. കോൺഗ്രസ് പാർട്ടി ഞങ്ങളുടെ പാർട്ടി കൈവിട്ടുവല്ല. അതുപോലെ പാർട്ടി തീരുമാനം ശരിയാണെന്നാണോ? പാർട്ടി തീരുമാനം ശരിയാണ്. അത് നേരത്തെ പാർട്ടി തീരുമാനിച്ചതാണ്. അവനെതിരെ ആദ്യം ആരോപണം വന്നപ്പോൾ തന്നെ പാർട്ടി അവനെ പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. ഇനി MLA സ്ഥാനം അവൻ പോകണമെന്നുണ്ടെങ്കിൽ അത് സ്പീക്കർ വേണമെങ്കിൽ അല്ലെങ്കിൽ ഗവർണർക്ക് എഴുതി മേടിക്കാം MLA സ്ഥാനം രാജിവെക്കണമെന്ന്. അത് ഇനി UDF-ൽ അവനില്ല. UDF-ആയിട്ട് യാതൊരു ബന്ധമില്ല. ഇനിയിപ്പോൾ സ്പീക്കർക്ക് തീരുമാനിക്കാം, ഗവർണർക്ക് തീരുമാനിക്കാം അവനെ എന്ത് ചെയ്യണം, മറ്റേ MLA സ്ഥാനം എന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി നല്ല കാര്യം തന്നെയാണ്. അത് ആദ്യമേ ചെയ്യേണ്ട വിഷയമാണ്. ഇത്രയും നീട്ടി ഇപ്പോൾ അവസാന നിമിഷം ഇലക്ഷൻ സമയത്ത് അറസ്റ്റ് ചെയ്ത് പ്രശ്നങ്ങളുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇതൊക്കെ ഉണ്ട്. ഇപ്പം മുകേഷിൻ്റെ എതിരുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അവരൊന്നും MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. ഇവനോട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നല്ല കാര്യം. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തെ എവിടെ നിന്ന് സർക്കാരിന് പോലീസുകാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ അവർ പിടിക്കാണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ കഴിയണവരെ പിടിക്കില്ല. അപ്പോൾ എല്ലാ ദിവസവും TV-യിലും പേപ്പറിലും ഈ ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് ഇലക്ഷൻ പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് അവരെ നീട്ടിക്കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ തീരുമാനം തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇതിലും വലിയ പീഡനങ്ങളും ഇതിലും വലിയ പെൺപാണികളും നടത്തിയവർ ഇവിടെ പുറം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇയാൾ വളരെ നിരപരാധിയാണ്. അതൊരിക്കലും ഞാൻ യോജിക്കുന്നില്ല ആ ഒരു പ്രസ്ഥാനത്തോട്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇങ്ങനെ ഉള്ള ആരോപണങ്ങൾ വരുന്നെന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടോ? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് വരുന്നത്. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇപ്പോൾ സ്ത്രീ വിഷയവും എടുത്തിട്ടിട്ടാണ് എല്ലാ കക്ഷികളെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. അതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് കോൺഗ്രസ് പ്രസ്ഥാനം ഒറ്റക്കെട്ടായി നിന്നിട്ട് അയാളെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. മറ്റുള്ള പാർട്ടിക്കാരും മറ്റുള്ള പീഡനക്കാരും ഒക്കെ ഓരോരോ വ്യക്തികളെ സഹായിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇയാൾ മാത്രം എന്തിനങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യം വരുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതല്ല തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പുള്ളിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ വേണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുള്ളി വലിയ കുഴപ്പമുള്ള ആളൊന്നും അല്ല. പിന്നെ ജനങ്ങൾ പല രീതിയിലും ഇപ്പോൾ ഇലക്ഷനൊക്കെ അല്ലേ, അപ്പോൾ ഓരോരോ ഇത് പറഞ്ഞ് ജനങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള പരിപാടികളാണ്. അത് വോട്ട് മറിക്കാനുള്ള പരിപാടികളായിരിക്കാം എന്നൊക്കെ നമ്മൾ കണക്കൂട്ടണത്.